കൊഞ്ചും മാങ്ങ ഓണാട്ടുകരക്കാർക്ക് വെറുമൊരു കറിയല്ല. ചെട്ടികുളങ്ങര കുംഭഭരണിയുമായി ഗാഢമായ ബന്ധം ഈ വിഭവത്തിനുള്ളപ്പോൾ ഓണാട്ടുകരക്കാർ എങ്ങനെ കൊഞ്ചും മാങ്ങയെ നിസ്സാരമായി കാണും? നാടിൻ്റെ തനത് സംസ്കാരത്തിൻ്റെ ഭാഗമായി തീർന്ന കൊഞ്ചും മാങ്ങയുടെ വിശേഷമറിയാം. ഓണാട്ടുകരയുടെ തനത് വിഭവമാണ് കൊഞ്ചും മാങ്ങ. ചെട്ടികുളങ്ങര കുംഭഭരണി മഹോത്സവത്തിന്റെ ഭാഗമാണ് കൊഞ്ചും മാങ്ങയും. വറുത്തെടുക്കുന്ന ഉണക്കക്കൊഞ്ചിൽ പച്ചമാങ്ങ പൂളിയിട്ടും ഒപ്പം തേങ്ങയും മുളകും ഉള്ളിയും മല്ലിപ്പൊടിയും ചേർത്തും ചെറുതായി അരച്ചെടുത്ത് പാകം ചെയ്തെടുക്കുമ്പോൾ കൊഞ്ചും മാങ്ങ റെഡി. ചെട്ടികുളങ്ങര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കരകളിലെ ഉത്സവകാല വിഭവം കൂടിയാണ് കൊഞ്ചും മാങ്ങ. കൊഞ്ചും മാങ്ങ ഇല്ലാതെ ചെട്ടികുളങ്ങര കുംഭഭരണി പൂർണ്ണമാകില്ലെന്നാണ് കരക്കാരുടെ വിശ്വാസം. കുംഭഭരണിക്കൊപ്പം ക്ഷേത്രത്തിലെ എതിരേൽപ്പുത്സവത്തിനും കരകളിൽ സാധാരണ കൊഞ്ചും മാങ്ങയും തയ്യാറാക്കാറുണ്ട്. കുംഭഭരണി സദ്യയിൽ കൊഞ്ചും മാങ്ങ ഒരു വിഭവമായതിന് പിന്നിൽ ഒരു കഥയുമുണ്ട്. ഒരിക്കൽ കുംഭഭരണി കുത്തിയോട്ട ഘോഷയാത്ര ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ നാട്ടിലെ ഒരു വീട്ടമ്മയ്ക്ക് ഘോഷയാത്ര കാണുവാൻ ആഗ്രഹമുണ്ടായി. എന്നാൽ ഉച്ചയ്ക്കുള്ള സദ്യവട്ടത്തിന് കറികൾ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു വീട്ടമ്മ. ഭഗവതിയെ വിളിച്ച് സങ്കടം പറഞ്ഞു. അടുപ്പത്തിരിക്കുന്ന കൊഞ്ചും മാങ്ങ കരിയാതെ കാത്തോളണേ എന്നാണ് ആ വീട്ടമ്മ പറഞ്ഞത്. തുടർന്ന് കുത്തിയോട്ട വരവ് കാണാനും പോയി. കാഴ്ചയിൽ മതിമറന്നുപോയ വീട്ടമ്മ കുത്തിയോട്ടവും ആഘോഷവും കണ്ട് തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് അത്ഭുതപ്പെട്ടു പോയത്. വീട്ടിലെത്തിയ ഗ്രഹനാഥം നോക്കുമ്പോൾ കൊഞ്ചുമാങ്ങ പൂർണ്ണമായും പാകമായിരിക്കുന്നു. ഈ വിവരം അയൽവീടുകളിൽ പറഞ്ഞപ്പോൾ ഭഗവതി കൊഞ്ചും മാങ്ങയ്ക്ക് കാവൽ ഇരുന്നതാണെന്ന് പറയുകയും കുംഭഭരണി നാളിൽ എല്ലാ ഭവനങ്ങളിലും ഈ കറി ഉണ്ടാക്കുന്നത് ഒരു പതിവാക്കുകയും ചെയ്തു എന്നാണ് കഥ. ഉണക്കക്കൊഞ്ച്, തത്തച്ചുണ്ടൻ മാങ്ങ, തേങ്ങ, മുളകുപൊടി, നുള്ളു മല്ലിപ്പൊടി, ചെറിയ ഉള്ളി എന്നിവയാണ് കൊഞ്ചും മാങ്ങയുടെ ചേരുവകൾ. ഉണക്കക്കൊഞ്ച് ആദ്യം വറുത്തു പാറ്റി തല കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കും. തുടർന്ന് തത്തച്ചുണ്ടൻ മാങ്ങ, തേങ്ങ, മുളകുപൊടി, മല്ലിപ്പൊടി, ചെറിയ ഉള്ളി എന്നിവ ചേർത്ത് അരപ്പ് ചതച്ചെടുക്കും. തയ്യാറാക്കി വെച്ച അരപ്പും മാങ്ങ നീളത്തിലരിഞ്ഞതും കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കി കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് അടുപ്പിൽ വെച്ച് പാകം ചെയ്യുമ്പോൾ കൊഞ്ചും മാങ്ങ റെഡിയായി വരും. കുംഭഭരണിക്ക് നാടിന്റെ നാനാഭാഗത്തു നിന്ന് എത്തുന്നവർ കൊഞ്ചും മാങ്ങ രുചിച്ചേ മടങ്ങാറുള്ളൂ. CDNet ന്യൂസ്, കായംകുളം.